സമാഗമത്തിലെ ഇന്നത്തെ അതിഥിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ആ അതിഥിയെക്കുറിച്ച് ഞാൻ ചില സൂചനകൾ നൽകാം. ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചു നോക്കൂ. മുണ്ടക്കയത്താണ് ജനനം. എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥനായ PS കേശവനാണ് പിതാവ്. അമ്മ PS ദേവയാനി. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി നാടകപ്രവേശനം. പിന്നീട് വളർന്നു വലുതായപ്പോൾ നാടക നടനായി, നാടകകൃത്തായി, പട്ടാളക്കാരനായി, സിനിമാ നടനായി. മലയാള സിനിമയ്ക്ക് വിലപ്പെട്ട ഒരുപാട് സംഭാവനകൾ നൽകിയ ഈ നടൻ ജീവിതത്തിലും കലാരംഗത്തും എന്നും എതിർപ്പിൻ്റെ കുന്തമുനകൾ താണ്ടി സധൈര്യം മുന്നേറുന്നു. മനസ്സിലായോ ഈ അതിഥി ആരാണെന്ന്? മനസ്സിലായി. ആരാണ്? തിലകൻ. എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാര്യം? ജനനസ്ഥലവും നാടകത്തിൽ നിന്ന് സിനിമയിൽ വന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായി. യെസ്, നമുക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ശ്രീ തിലകനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. തിലകൻ ചേട്ടനെ ഞാൻ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രകൃതി മനോഹരമായ ഒരു മലയോര പ്രദേശമാണ്, തോട്ടം മേഖല. അവിടുത്തെ മണിക്കൽ എസ്റ്റേറ്റ്, ആനക്കുളം എസ്റ്റേറ്റ്, അങ്ങനെയുള്ള ആ 2 എസ്റ്റേറ്റുകളിലെ ചില ദൃശ്യങ്ങളിലേക്ക് ഞാൻ ഇവരുടെയും തിലഞ്ചേട്ടൻ്റെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇത് മണിക്കലിലെ ഞാൻ താമസിച്ച വീടാണ്. ഞാൻ പഠിച്ച സ്കൂള് CMS സ്കൂൾ. ഇത് അവിടുത്തെ മണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ റബ്ബർ ഫാക്ടറിയാണ്. ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അന്ന് ഈ വാഴയില്ലായിരുന്ന റബ്ബറായിരുന്നു. ഇപ്പം ആരോ വാഴ നട്ടില്ല. ഇത് അതിനുശേഷം ആനക്കുളത്തുള്ള വീടാണ്. ഇതും ആ വീട് തന്നെ. അതിൻ്റെ മറ്റൊരു ദൃശ്യം അതെ, സെയിം വീട് തന്നെ. ഇവിടെയാണ് കൂടുതൽ കാലം ജീവിച്ചത്. ഇത് ഇടയ്ക്ക് ഞങ്ങൾ ഒരു കൊല്ലം താമസിച്ച ഒരു ബംഗ്ലാവാണ്. സായിപ്പന്മാർ താമസിച്ചിരുന്ന ഏറ്റവും മനോഹരമായ സ്ഥലമാണ് മുണ്ടക്കയത്ത്. ആ എസ്റ്റേറ്റിലെ മനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ ആ മനോഹാരിത അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ആയിരുന്നില്ല. ലില്ലിപ്പൂക്കളും ഈ വാഗമരങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. 17 ഇനത്തിലുള്ള പേരയ്ക്ക ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. അവിടെ താമസിച്ചിരുന്ന സായിപ്പ് പാമ്പിനെ വളർത്തിയിരുന്നു. അയാൾ പോകാൻ നേരത്ത് പാമ്പിനെ അഴിച്ചു വിട്ടിട്ട് പോയി. പക്ഷെ മനുഷ്യരെ ഒന്നും ചെയ്യില്ല. ചെന്നാൽ അത് ഇങ്ങനെ എഴഞ്ഞ് മാറത്തേ ഉള്ളൂ. വിഷമുള്ള പാമ്പുകളൊക്കെ തന്നെയാണ്. വിഷമുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഈ ബംഗ്ലാവുകളും ആ വീടുകളും ആ നാട്ടുപുറവും അവിടെയൊക്കെ ആയിരുന്നല്ലോ ചേട്ടൻ്റെ ബാല്യകാലം. അതെ. എത്ര നാൾ അവിടെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് ആ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അനുഭവങ്ങൾ? അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? 1935 എൻ്റെ ജനനം. 35 മുതൽ 1960 വരെ ഞാൻ അവിടെയായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ കോട്ടയത്ത് പോയി ഒരു 3 വർഷം പഠിച്ചിട്ടുണ്ട്. 1 വർഷം കൊല്ലത്ത് SM കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ട് ഞാൻ അവധിയൊക്കെ വരുമ്പോൾ തിരിച്ച് വരുന്നതൊക്കെ മുണ്ടക്കയത്ത് തന്നെയാണ്. അത് 1960 വരെ. ശരി. 60ൽ ഞാൻ അവിടുന്ന് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ശരി. അതെന്തായിരുന്നു കാരണം? കാരണം പ്രധാനമായിട്ടും ഞാൻ നാടകത്തിൽ അഭിനയിച്ചത് വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല. അതായത് 55ൽ ഞാൻ തുടങ്ങിയ പ്രൊഫഷണൽ ആക്ടിങ്. 55ൽ SM കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് തന്നെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ എക്സ്പെൽ ചെയ്തു. സീരിയസ് മിസ്കോണ്ടക്റ്റിന് കാരണം കാണിച്ചുകൊണ്ട് കമ്പൽസറി TC തന്നു. അതെന്തായിരുന്നു അങ്ങനെ പറഞ്ഞേക്കേണ്ട ഒരു കാരണം? പൊളിച്ചു കളഞ്ഞ പഴയ നീല ഹോട്ടൽ, അതായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ. ശരി. അപ്പോൾ അവിടെ നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ 1ാമത്തെ പന്തി കഴിഞ്ഞിരിക്കും. ഇത്രയും ദൂരം നടക്കുന്നതുകൊണ്ട്. ശരി. 2ാമത്തെ പന്തിക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ 1ാമത്തെ പന്തി അവിടെ പൂർണ്ണമായിട്ടില്ല. അവിടെ എന്തോ ബഹളം നടക്കുകയാണ്. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒരാളുടെ ചോറിനകത്ത് കുറച്ച് വയലറ്റ് കളറ് കണ്ടു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു പഴുതാര വെന്ത് കിടക്കുകയാണെന്ന്. അപ്പോൾ പഴുതാര വെന്ത് കിടക്കുന്ന ചോറ് ആരും തിന്നരുത്, ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ വിഷം എല്ലാ ചോറിലുമുണ്ട്. അങ്ങനെ അത് ബോയ്ക്കോട്ട് ചെയ്യണം.
അതേ തുടർന്ന് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നത്തിന് അവിടെ ഒരു അടി നടന്നു. പക്ഷേ ഞാൻ അതിലൊന്നും പങ്കെടുത്തില്ല. പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിയൂണ് ഒരു നോട്ടീസ് കൊണ്ട് തന്നു. താഴെ പറയുന്ന കുട്ടികളെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് എക്സ്പെൽ ചെയ്തിരിക്കുന്നു. NR ഗോപിനാഥൻ ആൻഡ് സുരേന്ദ്രനാഥ് തിലകൻ, ഈ രണ്ടുപേരെ മാത്രം. മറ്റുള്ളവർക്കെല്ലാം ഫൈനും 15 ദിവസം സസ്പെൻഷൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നല്ല മാറ്റിയുള്ളൂ, നമുക്ക് പുറത്തെവിടെയെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ച് കോളേജ് വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിൽ ചെല്ലുന്നു. അപ്പോൾ 5 മണിക്ക് ഹോസ്റ്റൽ ഒഴിഞ്ഞു കൊടുക്കണം. ഹോസ്റ്റലിൽ പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു നോട്ടീസ് വന്നു. താഴെ പറയുന്ന കുട്ടികളെ കോളേജിൽ നിന്നുകൂടി എക്സ്പെൽ ചെയ്തിരിക്കുന്നു. NR ഗോപിനാഥൻ ആൻഡ് സുരേന്ദ്രനാഥ് തിലകൻ. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം അവിടെ നിന്നു. തിലകൻ ചേട്ടൻ്റെ ബാല്യകാലത്തെ ഓർമ്മകളിൽ തന്നെ മറ്റൊരു ക്ലിപ്പിങ്ങിലേക്ക് ഞാൻ ചേട്ടൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ചേട്ടൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. നമുക്കൊന്ന് കാണാം. ഇത് ഞങ്ങൾ വിളിക്കുന്ന മറിയക്കുട്ടി ആശാട്ടിന്നാണ്. എന്നെ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ, ഞങ്ങളുടെ ടീച്ചർ, ക്ലാസ് ടീച്ചറായിരുന്നു. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ആദ്യം തന്നെ 2ാം ക്ലാസ്സിലേക്കാണോ? 2ാം ക്ലാസ്സിലാണ് ആദ്യം ഇരുത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏർപ്പാട് അന്നുണ്ടായിരുന്നു. ഓ ശരി. അപ്പോൾ ഇവരെ അന്ന് കണ്ടാൽ ഭയങ്കര സുന്ദരിയായിരുന്നു. ഈ പേര് പോലെ തന്നെ കന്യാമറിയത്തിൻ്റെ മോച്ചായും കണ്ണും ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരി. എന്നെ വലിയ കാര്യമായിരുന്നു. എപ്പോഴും വിളിച്ച് ഇങ്ങനെ സന്തോഷം ഒക്കെ പറയും. ഒരിക്കൽ എൻ്റെ ബുക്ക് നോക്കുമ്പോൾ തിലകൻ എന്ന് ഞാൻ മുദ്ര വെച്ചിട്ടുണ്ട്. എന്തോ ഈ റബ്ബർ സ്റ്റാമ്പ് കൊണ്ടൊക്കെ അടിക്കുന്നവരെ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ ഉണ്ടാക്കടാ, എടാവിടാന്നൊക്കെ വിളിക്കും. ഞാൻ പറയും, ഈ ഇലവിൻ്റെ മുള്ളെടുത്തിട്ട്, ഇലവെന്ന് പറയുന്നൊരു മരമുണ്ട് പഞ്ഞി പോലുള്ള, ആ മരം താഴെ നിൽപ്പുണ്ട്, സ്കൂളിൻ്റെ താഴെ നിൽപ്പുണ്ട്. അതിൻ്റെ മുള്ളെടുത്തിട്ട് തറയിലിട്ട് ഉരച്ച് നല്ല നിരപ്പാക്കി ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യും തിലകൻ. ഓപ്പോസിറ്റായിട്ട് കട്ട്. അതെ, നല്ല സീൽ വെച്ചാൽ അതെ, കട്ട് ചെയ്തിട്ട് ശരിയാക്കി മഷി മുക്കി അടിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒരു കലാകാരനാണല്ലോ എന്നാണ് അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, ഞാനിതിങ്ങനെ ചെയ്താണ്, ഒരു തമാശയ്ക്ക് ചെയ്തതെന്ന് പറയും. സ്കൂൾ വാർഷികം എന്ന ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു നാടകം എഴുതാം, നിനക്ക് അഭിനയിക്കോ? ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും അറിയാൻ വയ്യ, നീ കലാകാരനാണ്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് കിട്ടുന്നതിൽ പാതി എന്ന് പറയുന്നൊരു നാടകം എഴുതി. ടീച്ചർ തന്നെ എഴുതിയാണ്, മറിയക്കുട്ടി ടീച്ചർ എഴുതിയിട്ട് അതിലെ പ്രധാന വേഷം എനിക്ക് തന്ന് എന്നെ പഠിപ്പിച്ച് ഇത് കളിച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നെ എല്ലാവരും വന്ന് എടുക്കുകയും പൊക്കുകയും ആട്ടുകയൊക്കെ ചെയ്ത് ഒരുപാട് ഉമ്മ തന്നു ഈ മറിയക്കുട്ടി ആശാട്ടി എനിക്ക്. നീ നന്നായി വരുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അതാവാം ഇന്ന് ഞാനൊരു നടനായി മാറിയത്. ഇനി തിലകൻ ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച്. 6 മക്കളാണ് തിലകൻ ചേട്ടന്. അതിൽ 2 പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷമി തിലകൻ, ശോഭി തിലകൻ. ഷമി അറിയപ്പെടുന്ന നടനാണ്, ശോഭി പേരുകേട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. തിലകൻ ചേട്ടൻ്റെ ഏറ്റവും മൂത്ത മകൻ ഷാജി തിലകൻ. പിന്നെ 2 പെൺമക്കളാണ്, സോണിയ, സോഫിയ. പിന്നുള്ളത് ഷിബു. ഇതിൽ സോണിയയും സോഫിയയും ഷിബുവും സോണിയയുടെ ഭർത്താവ് ശിവപ്രസാദും ഇന്ന് ഈ വേദിയിൽ പങ്കിടാനായി നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ഇത് സോഫിയ, പ്ലീസ് ഇരിക്കും. ഇത് സോണിയ, സോണിയയുടെ ഭർത്താവ് ശിവപ്രസാദ്, പ്ലീസ്. ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ശാഠ്യക്കാരനാണ് അല്ലേ? അങ്ങനെ കുറച്ച് ദേഷ്യത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന ആളാണെന്നൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. എങ്ങനെയാണ് ഒരു അച്ഛൻ നിലക്ക് വീട്ടിലെങ്ങനെയാണ്? നിങ്ങളോടൊക്കെ ഭയങ്കര ദേഷ്യപ്പെടുമോ, അതല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കര ശാഠ്യക്കാരനാണോ? ദേഷ്യപ്പെടാറുണ്ട്, പക്ഷേ അത്ര തന്നെ സ്നേഹിക്കാറുമുണ്ട്. ദേഷ്യപ്പെടാറ് മാത്രമല്ല അല്ലേ? എങ്ങനെയാണ് തിലകൻ ചേട്ടൻ്റെ ഒരു സ്നേഹം, ഒരുപാട് ഒരു അച്ഛൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിച്ച എന്തെങ്കിലും ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു കാര്യമൊന്നുമല്ല, ഏത് കാര്യത്തിലായാലും അച്ഛൻ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല. ഉപദേശിച്ചാലും പിന്നെ അച്ഛൻ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്തു. അതങ്ങനെ പെൺമക്കളോട് മാത്രമാണോ ആ ഒരു സ്നേഹം? ആൺമക്കളോട് ഇല്ലേ അത്രയും? അങ്ങനെയില്ല, ആൺമക്കളോട് കുറച്ച് പരുക്കനായിട്ട് നിൽക്കും എന്നുള്ളതേ ഉള്ളൂ. പെൺമക്കളുടെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിൽക്കും. എന്താണ് ഈ പെൺമക്കളോടൊരു കൂടുതൽ സോഫ്റ്റ് കോർണർ തോന്നാനും? പെട്ടെന്ന് പറഞ്ഞാൽ പെൺമക്കളായതുകൊണ്ട് തന്നെയാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ ഈ
പെൺമക്കളുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ സ്നേഹം തിരിച്ചു കിട്ടുന്നത്. തിരിച്ചു കിട്ടുക. പിന്നെ മറ്റൊന്ന്, അവരൊരു പരിധി കഴിഞ്ഞാൽ നമ്മളെ വിട്ടു പോകും. കുറേ വർഷങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും, അത് കഴിഞ്ഞാൽ അവർ വേറൊരു ജീവിതത്തിലേക്ക് പോവാണ്. അപ്പോൾ അത്രയും നാൾ കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുക അത്രയും ചെയ്തു കൊടുക്കുക. വളരെ കുറച്ച് നാളത്തെ പരിചയമല്ലേ ഉള്ളൂ ശിവപ്രസാദിന് തിലകൻ ചേട്ടന്, അല്ലേ? നേരത്തെ തിലകൻ എന്ന് പറഞ്ഞ നടനെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? തിലകൻ എന്ന് പറഞ്ഞ അച്ഛനെ ഇപ്പോഴേ അടുത്ത് അറിയാൻ തുടങ്ങിയിട്ടൊരു മാസം അല്ലേ ആയിട്ടുള്ളൂ. എന്താണ് അച്ഛനെ കുറിച്ച് എന്താണ് ശിവപ്രസാദിന് പറയാനുള്ളത്? എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുമോ അതേ രീതിയിൽ തന്നെയാണ് എനിക്കിവിടെ വന്നിട്ടും ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് തരുന്നേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ ഞാൻ അദ്ദേഹമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രായത്തിലേക്ക് വളരെ ചെറുതാണ്, എന്നാലും ആ റെസ്പെക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു അച്ഛൻ. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള രീതിയായിരിക്കും തിലകൻ ചേട്ടൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. തിലകൻ ചേട്ടൻ സോഫി ഒന്നും പറഞ്ഞില്ല അച്ഛനെ പറ്റി. അച്ഛൻ വഴക്ക് പറയാറുണ്ടോ, അടിക്കാറുണ്ടോ? അടിച്ചിട്ടില്ല? അടിക്കാറില്ല. അതല്ലേ, കൊച്ചിലെയൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും ഫോഴ്സായിട്ടൊന്നും അടിച്ചിട്ടില്ല. ചുമ്മാ കൈവീശി അടിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇനി തിലകൻ ചേട്ടൻ മകൻ ഷിബു ആണ് ഈ വേദിയിലേക്ക് വരാനുള്ളത്. ഷിബുവിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇനി നമ്മോടൊപ്പം ഈ വേദി പങ്കിടാനെത്തുന്നത് തിലകൻ ചേട്ടൻ്റെ പ്രിയപ്പെട്ട മകൻ ഷിബു തിലകൻ. ഷിബുവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷിബു. തിലകൻ ചേട്ടനിലെ അച്ഛനിലെ നടനെ എങ്ങനെയാണ് ഷിബു വിലയിരുത്തുന്നത്? എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സത്യൻ, നസീർ, അങ്ങനെ ഇതുവരെ ഉള്ളതുണ്ട്. അന്നുവരെ ഉള്ളതിൽ എല്ലാവരെക്കാളും വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നൊരു ആക്ടറാണ്. എന്നുവെച്ചാൽ വളരെ തന്മയത്തോട് തന്നെ, അതായത് നമ്മൾ ആക്ട് ചെയ്യാൻ തോന്നത്തില്ല, നമ്മൾ അതിലിങ്ങനെ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ലയിച്ച് ചെയ്യുന്ന. അത് അതിനു വേണ്ടി ചേട്ടൻ എടുക്കുന്ന ഒരു പെയിൻ, അതല്ല അതിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്ട്രെയിൻ, അത് ഷിബുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? പുള്ളി എപ്പോഴും ഇപ്പം സെറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പല സെറ്റിൽ അച്ഛനും പോയിട്ടുണ്ട്, ചേട്ടനും അറിയാലോ. അപ്പോൾ അന്നേരം ഒരു ഇത് കിട്ടി, സ്ക്രിപ്റ്റ് കിട്ടി വായിച്ചു കഴിഞ്ഞാൽ പുള്ളി വളരെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ല ചോദിച്ചാലും പുള്ളി അതിങ്ങനെ ചിലപ്പോൾ കേൾക്കാത്ത പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ച ദിവസം ചോദിച്ചു എന്താ വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പം ഞാനത് അതിലേക്ക് ഇങ്ങനെ ആ കഥാപാത്രത്തോട് കൂടുതൽ എഴുതി ചേരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോകും മനസ്സ്. മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രമേനോൻ്റെ പടത്തിൽ അച്ഛൻ മരിക്കുന്നൊരു സീനുണ്ട് ലാസ്റ്റ്, ബാലേന്ദ്രമേനോൻ മടിയിൽ കിടന്നിട്ട്. അപ്പോൾ ആ പടത്തിൽ നമ്മളിങ്ങനെ, അപ്പോൾ ഞാൻ മുമ്പ് പടം കാണുമ്പോൾ നമ്മൾ അത്ര ഇൻവോൾവ് ആയിട്ട് കാണാറില്ലായിരുന്നു. പക്ഷേ അതിങ്ങനെ അച്ഛൻ ലാസ്റ്റ് ഒരു ദൂരെ നിന്ന് പാട്ട് കേൾക്കുന്നു, എന്താണ് സ്വർഗ്ഗവാതിൽ തുറന്നു സ്വർഗ്ഗലോകം തുറന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനടുത്തേക്ക് വന്നിട്ട് പുള്ളിയുടെ മടിയിൽ ഒന്ന് മരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നുള്ള രീതിയിൽ തുടർന്ന് കരയുമായിരുന്നു. അതിനുശേഷം പല പടങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ആദ്യമായിട്ട് കരയുന്നത് ആ ഒരു പടം കണ്ടപ്പോൾ. ആ പാത പിന്തുടർന്നൊരു നടനാകണം എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അച്ഛനെ ഒരിക്കലും കാണാൻ കിട്ടാറില്ല. എപ്പോഴും നോക്കിയാലും ഞാൻ ജനിച്ച കാലം മുതൽ അച്ഛൻ നാടകത്തിൽ അഭിനയിക്കുന്നു. അച്ഛനായിട്ട് ഇപ്പോൾ ഈ സെറ്റിൽ പോയി തുടങ്ങിയ ശേഷം അച്ഛനായിട്ട് കൂടുതൽ ഞാൻ അടുത്ത് പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ലൈഫൊന്നുമില്ല, നമുക്ക് ഫാമിലി ലൈഫില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഞാൻ അടുത്ത് നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ കല്യാണത്തിന് അച്ഛനും ഞാനും കൂടെ, അന്ന് ചേട്ടനുണ്ടല്ലോ, നമ്മളൊന്ന് ഒരുമിച്ച് വന്ന് കണ്ടപ്പോഴത്തേക്കും അന്ന് എല്ലാവരും വന്ന് അച്ഛനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഉള്ളിൽ തോന്നി, ഞാനൊരു നടനായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വരുന്നവരെല്ലാം വന്നിട്ട് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു അത്ര ആ കഴിവുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതിന് മുമ്പ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട്. തിലകൻ ചേട്ടനിലെ അഭിനേതാവിനെ കുറിച്ച് കൂടുതൽ പറയാം. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ തിലകൻ ചേട്ടനെ കൊണ്ട് ചെയ്യിച്ച പ്രസിദ്ധ സംവിധായകനായ ശ്രീ KG ജോർജ്. തിലകൻ ചേട്ടനുമായിട്ട് ഈ വേദി പങ്കിടാൻ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് സാറ് തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. സിനിമയിൽ ആദ്യമായിട്ട് കാണുന്നത് സാറിൻ്റെ പടങ്ങൾ കൂടിയാണ്. ഉൾക്കടലിലും കോലങ്ങളിലും യവനികയിലുമാണ്. യവനിക കണ്ടപ്പോൾ എനിക്ക് അതിനു മുമ്പ് ഞാൻ തിലകൻ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു, പല നാടകങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യവനിക കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അടുത്തിരുന്ന രണ്ടുപേർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇയാൾ ഏതോ നാടക ട്രൂപ്പിൻ്റെ മാനേജർ തന്നെയാണ്. എങ്ങനെയാണ് സാർ തിലകൻ ചേട്ടനിലെ നടനെ കണ്ടെത്തുന്നത്? നടനെ എങ്ങനെയാണ് കാണുന്നത്? ആക്ച്വലി നടൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ആളായിരുന്നു തിലകൻ. പക്ഷേ ഞാൻ എനിക്ക് സിനിമ എടുക്കുന്നതിൽ പല ഫേസുകളുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അതിൽ ആദ്യം സ്വപ്നം എടുത്ത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ പാഴായ സിനിമകളെടുത്തു. അതിനുശേഷം വീണ്ടും ഒരു തിരിച്ചുവരവായിരുന്നു ഉൾക്കടൽ എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറാണ് ആക്ച്വലി ഈ രണ്ടാം പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ ആശാൻ എന്നാണ് സംബോധന ചെയ്യുന്നത്.
അപ്പോൾ ഈ അപ്പൂട്ടി എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ഒരു ആൾ നമുക്കൊരു വേഷം കൊടുത്താൽ, അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയശേഷിക്ക് പറ്റുന്ന വേഷമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിനകത്ത് വേണു നാഗവള്ളിയുടെ ഫാദറായിട്ടുള്ള വേഷം, ചെറിയ വേഷം ചെയ്തു. അപ്പോൾ ഓഫ് കോഴ്സ് തിലകൻ അതിലും വലിയ അഭിനേതാവെന്ന് എനിക്കറിയാമായിരുന്നു. അതിനകത്ത് പക്ഷേ പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല എന്ന് മാത്രം. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം PJ ആൻ്റണിയുടെ ഈ ഒരു നോവലിനെ ബേസ് ചെയ്തെടുത്തതാണ് കോലങ്ങൾ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കോലങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ്. അപ്പോൾ അതിനകത്ത് ഈ കള്ളുവർക്കി എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ആ വായിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം എൻ്റെ മനസ്സിൽ വരികയാണ് ചെയ്തത്. കാരണം അത് അപ്പോൾ അങ്ങനെ അതിലാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത്. പക്ഷേ കള്ളുവർക്കി പോലുള്ള ആ ക്യാരക്ടർ പോലുള്ളൊരു ക്യാരക്ടർ അതിനു മുമ്പ് തിലഞ്ചേട്ടൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു രശ്മിയിലെ വളരെ സാത്വികനായ അച്ഛനെയൊക്കെ അല്ലേ അതിനു മുമ്പ് തിലഞ്ചേട്ടൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അല്ല, ഞാൻ കുറ്റവും ശിക്ഷയും പറയുന്ന നാടകത്തിൽ അങ്ങനെയുള്ള കഥാപാത്രം വെള്ളമൊക്കെ അടിച്ച് വരുന്ന ഒരു തൊഴിലാളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഫിസിക്കലി, അതായത് ശാരീരികമായിട്ട് ഇദ്ദേഹത്തിന് അടങ്ങുന്ന ഏറ്റവും നല്ല കഥാപാത്രം കള്ളുവർക്കി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു വല്ലാത്തൊരു ആംബിയൻസ് രൂപത്തിനും ആ കഥാപാത്രം തമ്മിലുണ്ട്. കാരണം അത് ചിത്രം അവസാനിക്കുന്നത് ഈ നിസ്സഹായ ഇന്നസെൻ്റായി പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹം ഒരു എന്താ പറയുന്നത്, അതിനകത്ത് ഏറ്റവും കാലനായ ഒരു മനുഷ്യൻ ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നവർ. അത് ആക്ച്വലി ഫ്രാൻസിൽ ഒരു ഫെസ്റ്റിവലിന് ആ സിനിമ ഉണ്ടായിരുന്നത്. മലയാള സിനിമയ്ക്ക് 50 വയസ്സായ സമയത്ത് അവിടെ കൊണ്ടുപോയതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആ സിനിമയുടെ അന്ത്യം അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം അത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയുടെ ഒരു ഭാഗം കൂടിയാണ് അത് വിജയിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ യവനികയിലെ ഈ കഥാപാത്രം എന്ന് പറയുന്നത് ഈ വാസ്തവത്തിലെ ഒരു അഭിനേതാവ് എന്നതിനേക്കാട്ടിലുപരിയായിട്ട് നാടക സങ്കല്പങ്ങളെയും നാടകത്തിൻ്റെ ചിട്ടകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ തിലകൻ്റെ നാടക അഭിനയത്തിലുള്ള ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനും അതിനകത്തുനിന്ന് കടമെടുത്തിട്ടുണ്ട്. ഈവൻ ഓഫ് കോഴ്സ് മമ്മൂട്ടി എന്ന് പറയുന്ന ആളിൻ്റെ ഏതാണ്ട് ഈ നമ്മുടെ വക്കീൽ പഠിച്ച ആളാണല്ലോ, വക്കീലാകാൻ പഠിച്ച ആളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുകൾ വരെ നമ്മൾ അതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നടീനടന്മാരുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ആ പ്രത്യേകതകൾ നമുക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ ആദ്യം പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ഗീത ആർട്സ് ക്ലബിൻ്റെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാൽ അന്ന് ജോസ് സാർ സംവിധാനമായിട്ട് അന്ന് പുള്ളി പിന്നെ ഈ സ്വർണ്ണ മെഡലൊക്കെ വാങ്ങി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടേ ഒക്കെ ഉള്ളൂ. പക്ഷേ അന്ന് വന്ന് വല്ലപ്പോഴൊക്കെ നാടകത്തിൻ്റെ റിഹേഴ്സൽ കാണും പോവും. ഇങ്ങനെ ചില അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളങ്ങോട്ട് പറയാറുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഈ പറഞ്ഞ പോലെ ഉൾക്കടലിൽ അഭിനയിച്ചു. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് വലുതായിട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ കോലങ്ങളിൽ മദ്യപാനത്തിൻ്റെ പല സ്റ്റേജ് കാണിക്കണം. ഇപ്പം സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെക്കുറിച്ച് എനിക്കന്ന് വലിയ പിടിപാടില്ല. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം നമ്മൾ ഈ കണ്ടിന്യൂറ്റി കീപ്പ് അപ്പ് ചെയ്യാന്ന് പറയുമല്ലോ. ഞാൻ ചിലപ്പോൾ ഒരു 2 കുപ്പി കള്ളേ കുടിച്ചിട്ടുള്ളായിരിക്കും, ചെറിയൊരു ഇതേ ഉള്ളൂ, ഒരു ബിംബിരി. ചിലപ്പോൾ 5 കുപ്പി കുടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ കണ്ടവാനം കുടിച്ച് ഭയങ്കര വാറായിരിക്കും. ഇങ്ങനെ പല സ്റ്റേജ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലൊക്കെ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ജോറാശാനാണ്. പിന്നെ ഈ KG ജോർജ് എന്ന് പറയുന്ന ഡയറക്ടറുടെ കഴിവ് ഞാൻ മനസ്സിലാക്കിയത് യവനിക എന്ന് പറയുന്ന ചിത്രത്തിലെ ആ ഫ്ലാഷ് ബാക്കുകളില്ലേ, അതിൻ്റെ ഒരു കൂട്ടിയിണക്കിയിരിക്കുന്ന രീതിയാണ് സ്ക്രിപ്റ്റിംഗ്. അതാണ് അതിലൊരു അല്പം തെറ്റ് പറ്റിയാൽ ആകെ കുഴയും. അതാണ് എന്നെ കൂടുതൽ പഠിക്കാൻ ഉള്ള അവസരം തന്നത്. KG ജോർജ് എന്നാൽ എന്ത് എന്നുള്ളത് പഠിക്കാനുള്ള അവസരം കിട്ടിയത് അങ്ങനെയാണ്. മലയാളത്തിലെ അന്ന് നിലവിലുള്ള എല്ലാ ഒന്നാം തരം നടീനടന്മാരുടെ ഒരു സമ്മേളനം കൂടിയായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് അവർ മലയാള സിനിമയ്ക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ. അതിനകത്ത് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷേ അപ്പോഴും ഗോപി ഒരു പോപ്പുലർ നടനായിരുന്നില്ല. യവനെയാണ് ഗോപിയെ കുറച്ചുകൂടെ പോപ്പുലർ ആക്കിയത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിരുന്നു ഇദ്ദേഹവും എന്ന് പറയുന്നത്. അഭിനയം എന്ന് പറയുന്നത് ഓരോ ആൾക്കും നമ്മൾ ഓരോ നടൻ്റെയും കഴിവനുസരിച്ച് നമ്മൾ ടെക്നിക്ക് മാറ്റും. കഴിവുള്ള നമ്മളെ ഒരിക്കലും ഫെയിൽ ചെയ്യാത്ത നടീനടന്മാർ സമ്മേളിക്കുന്ന സമയത്ത് അങ്ങനെ ടെക്നിക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജോറാശാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങൾ യവനിയൊക്കെ ചെയ്യുമ്പോൾ തന്നെത്താൻ ഈ സീൻ കൊണ്ടുവന്ന് വെച്ച് വായിച്ച് ഞങ്ങൾ അങ്ങോട്ട് പറയും. അപ്പോഴൊക്കെ ഇദ്ദേഹം മാറി നിൽക്കും. മാറി നിന്ന് ഞങ്ങളെ ഇങ്ങനെ നോട്ട് ചെയ്യും. കുറേ സമയം കഴിയുമ്പോൾ പറയും നമുക്കൊന്ന് ടേക്ക് പോവാം. എന്ത് ടേക്ക് പോവാം? നമ്മളൊന്നും ചെയ്തിട്ടില്ല, ചുമ്മാ വായിച്ച് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ പറയും ഞങ്ങൾ ചുമ്മാ വായിക്കുക, അത് മതി, അത് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറുള്ളത്. അപ്പം ഞങ്ങൾ എന്തുമാത്രം ഇവിടെ ഇരുന്ന് ഇത് ഇംപ്രവൈസ് ചെയ്യുന്നു എന്ന് മാറി നിന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഷോട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ വിജയം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് മലയാള സിനിമയുടെ ടെക്സ്റ്റായിട്ട് മാറിയത് എന്നും ഏതാൾക്കും പഠിക്കാനുള്ള ആ കൂട്ടായ്മയാണ് യവനിയെ വിജയിപ്പിച്ചെന്നുള്ളതിനകത്ത് തർക്കമില്ല.
നമ്മളൊരാളെ ആശാൻ എന്ന് സംബോധന ചെയ്യുമ്പോൾ ആ ആശാൻ തിരിച്ച് ആ സംബോധന ചെയ്യുന്ന ആളെ ശിഷ്യനായി കണക്കാക്കും. എന്നാൽ സംബോധന ചെയ്യുന്ന ആളും സംബോധന ചെയ്ത ആളും അത് കേൾക്കുന്ന ആളും എല്ലാം പരസ്പരം ആശാന്മാരാകുന്ന ഒരു അപൂർവ നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. ചേട്ടനുമായിട്ടുള്ള അഭിനയ രംഗത്തെ അനുഭവ സമ്പത്തുകൾ പങ്കുവയ്ക്കാൻ ഈ വേദിയിലേക്ക് എത്തുന്നത് നമുക്കെല്ലാം പ്രിയങ്കരിയായ നമ്മുടെ ലളിത ചേച്ചി, ശ്രീമതി KPAC ലളിത. ചേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ലളിത ചേച്ചി അല്ലേ? ഈ ആളുകൾ പറയുന്ന പോലെ അത്ര വലിയ നടനാണോ ഇതിലെ ചേട്ടൻ? തോന്നിയിട്ടുണ്ട്. ഉണ്ടല്ലേ? എന്താ ചേച്ചി എൻ്റെ കാരണം? അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അഭിനയിക്കാത്ത. അത് കൂടാതെ ഞങ്ങൾ ഒന്നിച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. KPACയിൽ കുറേ നാൾ അഭിനയിച്ചിരുന്നു. പിന്നെ എന്ത് വേഷമാണെങ്കിലും ആ ചെയ്യുന്ന വേഷത്തിനോടുള്ള ആത്മാർത്ഥത, അത് എന്താണ് ആ ക്യാരക്ടർ എന്ന് അറിഞ്ഞിട്ട് അതിനെ എന്ത് തിലകഞ്ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കാണുമ്പോൾ ഒരു നടൻ അഭിനയിക്കുകയാണെന്ന് തോന്നാറില്ല, ശരിക്കും ആ കഥാപാത്രമായിട്ട് മാറാറുണ്ട്. ഇതിൽ വേറൊരു തമാശകളുണ്ട്. തമാശ എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് കാര്യമായിരുന്നു, ഞാൻ ഇദ്ദേഹമായിട്ടൊരു ഉടക്കം ഉണ്ടായി. ലളിത ചേച്ചിയായിട്ടും ഉടക്കിയിട്ടുണ്ട്. പിന്നെ 5 കൊല്ലം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ 5 കൊല്ലത്തിനിടയ്ക്ക് 3 പടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അവിടെ എന്താ, അതിലൊന്നിലാണ് ഒന്ന് സ്ഫടികം, പിന്നെ ഹാർബർ. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ചില നിർദ്ദേശമൊക്കെ പറയും, അതെല്ലാം ഒരു കുഴപ്പമില്ലാതെ അനുസരിക്കും, അതുപോലെ ചെയ്യും. അതൊരു ആർട്ടിസ്റ്റിനോടുള്ള ബഹുമാനമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു ബുദ്ധിമുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ലളിത അങ്ങനെ ചെയ്യും, ലളിത ഇങ്ങനെ ചെയ്യും, അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അപ്പം നന്നായിരിക്കും. അതെല്ലാം പറയും. ഷോട്ട് കട്ട് ചെയ്താൽ ലളിത അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് പോകും. ഭയങ്കര ഉടക്കാം. ഈ പിണക്കുണ്ടാവാൻ എന്താണ് കാരണം എന്നുള്ളത് ഞാൻ ചോദിക്കണോ? പിണക്കം ഉണ്ടാകാൻ എന്താ കാരണം എന്ന് എനിക്കും നല്ല ഓർമ്മയില്ല. ചേച്ചിക്ക് ഓർമ്മയുണ്ട്? എന്തോ കാര്യം പറഞ്ഞ ഒരു സൗന്ദര്യ പിണക്കാൻ തുടങ്ങിയത്. അതാണ് തുടങ്ങിയത്. പക്ഷെ അതങ്ങ് വലുതായി പോയി, കോലൊടിച്ചിട്ടു. ഇത് കൂടുന്ന സമയത്ത് എന്നോട് മിണ്ടുള്ളൂ എന്ന് പറഞ്ഞു. കൂടിയാലും നിങ്ങളോട് ഞാൻ മിണ്ടാൻ വരുന്നില്ല എന്ന്. അത് വലിയ ഉടക്കായി. 5 കൊല്ലം സംസാരിച്ചിട്ടില്ല. അവസാനം ശ്രീവിദ്യയാണ് അത് പാച്ചപ്പ് ചെയ്യുന്നത്. അനിയത്തി പ്രാവിൻ്റെ ലൊക്കേഷനിലായിരുന്നു. എന്നാണ് തിലകഞ്ചേട്ടൻ ആദ്യം കാണുന്നത് ചേച്ചി? KPAC വെച്ചിട്ടാണ് അല്ലേ? ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ തന്നെയാണ് അതോ അതിന് മുമ്പ് വേറെ ഏതെങ്കിലും അതിന് മുമ്പ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇദ്ദേഹം കുറച്ച് നാൾ നമ്മുടെ കലാമണ്ഡലം ഗംഗാധരൻ്റെ ട്രൂപ്പിൽ ഡാൻസ് പഠിക്കില്ല, പ്രോഗ്രാമിന് വന്നു പഠിക്കുകയും പ്രോഗ്രാമിന് പോകും. അത് 64 മറ്റാണെന്ന് തോന്നുന്നു. അല്ല, അതിന് മുമ്പ്. അപ്പോൾ അവിടെ വെച്ചല്ല, ഞാൻ 64 അവിടെ ഒരു നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഗ്രൂപ്പിനെയൊക്കെ എനിക്കറിയാം. ആ കൂട്ടത്തിൽ ലളിത ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ KPACയിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും ഒന്നിച്ച് അഭിനയിച്ചത്. അതേ നാടകത്തിലായിരുന്നു? അശ്വമേധം സരസയ്യ. KP ഉമർ മാറിയതിന് ശേഷം ഞാൻ ഡോക്ടറുടെ വേഷം ഞാനെടുത്തു. എൻ്റെ വൈഫായിട്ട് ഗേളിയുടെ വേഷമായിരുന്നു. ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോയി നല്ല അടിച്ചു പൊളിച്ച്. അപ്പോഴും ഉണ്ട് ഈ വഴക്കും ഈ ഒരുമാതിരി കുണ്ടണി പറച്ചിലൊക്കെ. സിനിമയിൽ ഏത് സിനിമയിലായിരുന്നു ആദ്യം ഒന്നിച്ച് അഭിനയിക്കുന്നത്? ഞാൻ കാണുന്നത്, എനിക്ക് ഓർമ്മയുള്ളത് മുഖാമുഖത്തിൻ്റെ സെറ്റിൽ വന്നിട്ട് അവിടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ KPACയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞാനിങ്ങനെ ചിരിച്ചു ആദ്യം. അപ്പോൾ ഭയങ്കര വെയിറ്റ് ഇട്ട് ഇങ്ങനെ മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിണ്ടാവില്ല. അത് പിന്നെ ആ ഗൗരവം തന്നെയാണ് വളർന്ന് എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും തിലകഞ്ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് നോക്കി വെച്ചു അങ്ങ് പോകും. അപ്പോൾ എനിക്ക് എന്നിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ തിലകഞ്ചേട്ടാ ഇങ്ങനെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ചേട്ടൻ ഇങ്ങനെ മിണ്ടാണ്ട് പോവുകയാണെങ്കിൽ നമുക്കത് എന്തോ ഒരു മറ്റുള്ളവർ കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം പോലെ വന്നു. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പം നിങ്ങൾ വീട്ടിൽ എഴുന്നേറ്റ ഉടനെ അച്ഛനും അമ്മയ്ക്കും ഗുഡ് മോർണിംഗ് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്നാൽ അതുപോലെ കരുതിയാൽ മതി മേലാൽ ഇനിയും ഗുഡ് മോർണിംഗ്. അത്ര അടുപ്പമുണ്ട് ഗുഡ് മോർണിംഗ് പറയേണ്ട കാര്യമില്ലെന്നല്ലേ? പിന്നെ ഈ ഗുഡ് മോർണിംഗ് പരിപാടി ഇല്ല, കണ്ട് തള്ളിയിട്ടിട്ട് പോയാലും. നമ്മളെല്ലാം ലളിത ചേച്ചി കൊടുത്തിട്ടുള്ള സ്ഥാനമുണ്ട്. പക്ഷെ വലിയൊരു അഭിനേതാവെന്ന നിലയിൽ തിലകഞ്ചേട്ടൻ എങ്ങനെയാണ് ലളിത ചേച്ചി വിലയിരുത്തുന്നത്? അവരിപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ, അതേ അഭിപ്രായമാണ് അവരെക്കുറിച്ച് എനിക്കും. കാരണം ഞാൻ ഉടക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരിക്കൽ വന്നിട്ട്
ഈ കഥയൊക്കെ പറഞ്ഞിട്ട് വൈഫായിട്ട് അഭിനയിക്കുന്നത് ലളിത ചേച്ചിയാണ്, ചേട്ടന് വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ ഉടക്കാമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് യാതൊരു വിഷമമില്ല, അവർ നല്ല ആർട്ടിസ്റ്റാണ്, അവരാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഞാൻ ഇവരെ എങ്ങനെയാണ് കാണുന്നത്. ഇവരുടെ ഒരു അഭിനയത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത് എനിക്ക് സിനിമയിൽ വരുന്ന മുമ്പ് അറിയാം. KPSL അഭിനയിക്കുമ്പോഴേ എനിക്കറിയാം. അന്ന് എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച് ഡയലോഗ് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഡയലോഗൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഊണുമുറിലോട്ട് കയറുമ്പോഴെങ്കിലും ആ ഓവർ കോട്ടൊക്കെ ഒന്ന് മാറിയിടണം, മറ്റുള്ളവർക്ക് കൊണ്ടിരുന്ന് ആഹാരം കഴിക്കേണ്ടതാണ് എന്നാണ് ഇവരുടെ ഡയലോഗ്. ആദ്യത്തെ ഡയലോഗാണ്. ഉടനെ ഞാനൊരു ഡോക്ടറാണ്, ഉടനെ ഇദ്ദേഹം ഞാനൊരു ഡോക്ടറല്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ആ ഇങ്ങോട്ട് ഇട്ട് തരുന്നതും അങ്ങോട്ട് കൊടുക്കുന്നതുമൊക്കെ വളരെ കറക്റ്റാണ്. അപ്പം അങ്ങനെയുള്ള ആളെക്കുറിച്ച് ഒരു നല്ല നടി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അവരിതുവരെ ചെയ്തിട്ടുള്ളതും അവർ ഫിഗർ ഇല്ലാതെ ശബ്ദം കൊണ്ട് മാത്രം ചെയ്തൊരു പടമുണ്ട്, മതിലുകൾ. അതിലൊക്കെ അവർ വളരെ നന്നായിട്ടത് ആ ശബ്ദത്തിലുള്ള ഭാവമുണ്ടല്ലോ, അതൊക്കെ എല്ലാവർക്കും ഒന്നും കിട്ടില്ല. ശബ്ദത്തിൽ ഭാവം വരുത്താനൊക്കെ വളരെ പാടാണ്. തിലകൻ എന്ന വ്യക്തിയെക്കുറിച്ച് ചേച്ചിക്കുള്ള എന്തെങ്കിലും വേറെ ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഒരു മുൻചുണ്ടി, ദേഷ്യം, പിന്നെ മുറുമുറുക്കൽ ഒക്കെ ഉണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ട് കയ്യിൽ. അതിൻ്റെ ഒരു ഇതാണ് ഞങ്ങൾ പിണങ്ങിയിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ പിണങ്ങിയിരുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന പടമായിരുന്നു സ്ഫടികം ഭദ്രൻ്റെ. അതല്ലേ ആദ്യം ചെയ്തത്? അതെ. അപ്പം എൻ്റെ അടുക്ക വന്നിട്ട് ഒരു ഇങ്ങനെ ഡേറ്റ് ഗാന്ധിമതി ബാലനായിരുന്നു ആദ്യം പറഞ്ഞത്. ബാലൻ വന്ന് പറഞ്ഞു, ചേച്ചി നല്ല വേഷമാണ്, ചെയ്യണം കേട്ടോ, തിലകൻ ചേട്ടനാണ് കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു. അപ്പം ബാലൻ പറഞ്ഞു ഇല്ല. ഞാൻ ചോദിച്ചു തിലകൻ ചേട്ടന് ഞാനാണെന്ന് പറഞ്ഞാൽ അഭിനയിക്കുമോ, എനിക്ക് പേടിയുണ്ട്. എന്താ? ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുമോ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അഭിനയിക്കുമെന്ന്. ഇല്ല. ഞാൻ അപ്പം പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, തിലകൻ ചേട്ടന് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ അടുക്ക ചോദിച്ചപ്പം പറഞ്ഞു ആർട്ടിസ്റ്റൊന്നും പുള്ളി ചോദിച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ലൊക്കേഷനിൽ ചെന്നു. അപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ലൊക്കേഷനിൽ ചെന്നു. രാവിലെ രാധാകൃഷ്ണനോട് പറഞ്ഞു 4 മണിക്ക് റെഡി ആവണമെന്ന്. ഞാൻ ചോദിച്ചു അയ്യോ 4 മണിക്കൊക്കെ എന്തിനാ, ഞാൻ വന്ന് വേണോ ഇനി അവിടെ അടിച്ചു വരാനൊക്കെ? തിലകൻ ചേട്ടൻ പറഞ്ഞു ചേച്ചി KPSL ലളിത വന്നാലേ വരത്തുള്ളെന്ന് ലൊക്കേഷനിൽ. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്നറിയാമോ, റൂമിലിരിക്കുന്നുണ്ടാവും എന്നിട്ടായിരിക്കും അങ്ങോട്ട് വരണം, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഞാൻ നേരത്തെ എത്താത്തതുകൊണ്ടോ ഇനി അദ്ദേഹം വരാതിരിക്കണ്ട, ഞാൻ വന്നേക്കാന്ന്. കറക്റ്റ് 5 മണിയായപ്പോൾ എന്നെ ലൊക്കേഷനിൽ കൊണ്ടിരുത്തി. ഞാൻ രാധാകൃഷ്ണൻ എന്തേ തിലകൻ ചേട്ടൻ ഇപ്പോൾ വരുമോ? ചേച്ചി ഇവിടെ വന്നിരുന്നതിന് ശേഷം വേണം തിരുവനന്തപുരത്തിന് വിളിക്കാനെന്ന്. ഇത് ലൊക്കേഷൻ എവിടെയായിരുന്നു? കോട്ടയത്ത്. ഇവിടെ ലൊക്കേഷൻ വന്നാലും ഇനി തിരുവനന്തപുരത്ത് പുറപ്പെടുകയുള്ളൂ. KPSL എവിടെ ഇരുന്നിട്ട് ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരു മഹാഭാവി എന്നെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് 3-3:30 വരുന്നിടം വരയ്ക്ക് എന്നെ അവിടെ ഇരുത്തി. ഉച്ചയായി പിന്നെ ഷോട്ട് എടുത്തപ്പോഴത്തേക്ക്. അതെൻ്റെ ഞാൻ പറഞ്ഞൊന്നുമല്ല, അവൻ ഈ പ്രൊഡക്ഷൻ മാനേജർമാരുടെ ചില ജോലി വേലത്തരം ഉണ്ടല്ലോ, അത് ചെയ്തതാ. ഇപ്പോഴാ ഞാൻ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, മിണ്ടത്തില്ലല്ലോ. അന്നേരം ചോദിച്ചാലും ഇപ്പം ചോദിച്ചാലും എനിക്കിതാ ഉത്തരം. ഒരിക്കലും അങ്ങനെ പറയലേ. ഇത് അവനെന്തോ തിരിമറി കാണിച്ച. അതേമാതിരി സ്ഫടികം ഷൂട്ട് പിന്നെ ഹാർബർ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് പറയട്ടെ, ഉച്ചയ്ക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരിടത്ത് മാറിയിരിക്കും ഊണ് കഴിക്കാനായിട്ട്. മനഃപൂർവ്വം എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റൂൾ കൊണ്ടിടും. എൻ്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് അവിടെ വന്നിരിക്കും. ഒരു ബാഗ് കൊണ്ടൊരു ബാഗ് വരും പുറകെ. ഈ ബാഗ് അങ്ങോട്ട് തുറന്ന് വെച്ച് ഒരു കുപ്പി എടുത്ത് അവിടെ വയ്ക്കും എൻ്റെ മുമ്പിൽ. എന്നിട്ട് ഗ്ലാസ്സും എടുത്ത് വയ്ക്കും, വെള്ളം എടുത്ത്. എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി വെച്ച് ഇങ്ങനെ തിരിഞ്ഞേച്ച് പറയും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കണം. അതൊക്കെ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നത്. എനിക്ക് ചിരി ദേഷ്യം വരും. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പം അവിടെ അപ്പുറത്ത് മാറിയിരിക്കും. അവിടെ വന്നിരിക്കുക. ഒരു സെറ്റ് ഇട്ടിരിക്കുക, കുറച്ച് സ്ഥലമേ ഉള്ളൂ, നമുക്ക് മാറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ മനഃപൂർവ്വം ദേഷ്യം കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന്. അതിന് ഈ ബാഗിൽ ഇത് കൊണ്ട് നടക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇച്ചിരി ഇറിറ്റേഷനൊക്കെ പുള്ളിക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഒഴിക്കും.
ഒഴിച്ചിട്ട് നമ്മളോടുള്ള ദേഷ്യം തീർക്കുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ നടക്കുമ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ രാവിലെ കാലിൽ നീരൊക്കെ ആയിട്ടാണ് വരുന്നത്, നടക്കാൻ വയ്യ, കാലിൽ നിറച്ച് നീരൊക്കെ ആയിട്ട് വന്ന് അന്നാ കൊടികുത്തി അപ്പനായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെയും ജയറാമിൻ്റെ ഒക്കെ ചേച്ചിയാണ് അമ്മച്ചിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് സത്യേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, അങ്ങേര് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഉച്ചയ്ക്കല്ല നേരം വിളിക്കുമ്പോൾ തൊട്ട് ഇതെല്ലാം ചെയ്താലും അങ്ങേരുടെ പോർഷനൊക്കെ ഓക്കെ ആയിരിക്കും, എവിടെ വന്ന് നിൽക്കണം, എവിടെ നോക്കി ഡയലോഗ് പറഞ്ഞ് എന്ത് പറഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ നിങ്ങളെ കുഴപ്പിക്കും, എന്നെയും ജയറാമനെയൊക്കെ. അതായത് വന്ന് നിന്നിട്ട് നിങ്ങളെവിടെ നോക്കി അത് പറഞ്ഞത് ഇങ്ങനെ നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതിന് അങ്ങനെ പറയാൻ പോയത് ഇങ്ങനെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ അത് ഇല്ലാതെ നോക്കേണ്ടത് നിങ്ങളുടെ ജോലിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നത് ചേട്ടൻ്റെ അടുത്ത്. ഞാനിങ്ങനെ ഉച്ചയ്ക്കൊക്കെ ഉണ്ട്, തനിക്കെന്താണ് ഒരുമാതിരി പെണ്ണുങ്ങളുടെ സ്വഭാവം, മദ്യപിക്കേണ്ടെന്ന് പറയാൻ. ഞാൻ മദ്യപിക്കേണ്ടെന്നും പറയാൻ വന്നതല്ല, മദ്യപിച്ച് വേഗം പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പച്ചാന്ന് വിളിക്കാൻ വേറൊരാളില്ല. നമ്മുടെ അപ്പനായിട്ടൊക്കെ അഭിനയിക്കാൻ ഒരു അന്തസ്സുള്ള അപ്പം വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചു കാലം കൂടെ ഉണ്ടായാൽ നമുക്ക് കൊള്ളാം. അന്ന് മദ്യപിച്ചില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ സാറിനുണ്ട്? ആദ്യത്തെ പ്രധാനപ്പെട്ട സിനിമയായ കോലങ്ങളിൽ ശരിക്കും കള്ള് തന്നെയാണ് കുടിക്കുന്നത്. അഭിനയിക്കുന്ന കള്ള് തന്നെയാണ് കുടിക്കുന്നത്. അതിനകത്ത് ഒന്നിച്ച് 2 കുപ്പി കള്ള് മോന്തുന്നുണ്ട്. അത് കുപ്പിയോടെ എടുത്ത് തുടർച്ചയായിട്ട് ഒറ്റ ഷോട്ടിലടിക്കുക. റീടേക്ക് വരും, വീണ്ടും അതുപോലെ ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റിൽ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു കോഴിക്കോടിനൊരു വരവുണ്ടായിരുന്നു, സത്യൻ്റെ പടമായിരുന്നു. അയ്യോ ദൈവമേ, കാറിൽ പോകുന്നെങ്കിൽ ജീവൻ പണയം വെച്ച് വേണം പുള്ളിയുടെ കൂടെ. എന്താ ഒരു പോക്കെന്നറിയാം. അപ്പം ഇങ്ങനെ പോയി പിന്നെ നമ്മൾ പ്രദർശന സമയത്ത് ഷൂട്ടിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് കൊണ്ടൊരു ദിവസം ഞൊണ്ടിക്കൊണ്ട് വരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പറയാം, വണ്ടി ഏതോ ഒരു മരത്തെ പോയി കയറിയെന്ന്. വണ്ടി കയറിയെന്ന് അങ്ങനെയല്ലേ പറഞ്ഞു? വണ്ടി മരത്തേൽ പോയി കയറിയ വീണ്ടും മരം ഇങ്ങോട്ട് വന്നതാണ്. അത് ജോർജാസൻ്റെ ഒരു ഷൂട്ടിങ്ങിന് സംഭവിച്ചിട്ടുള്ള പാലായിലൊരു പാറ പോയി ഇടിച്ച് ഇരകൾ ഷൂട്ട് ചെയ്തു. അത് ചേട്ടൻ ഡ്രൈവിങ്ങിൽ അങ്ങനെയാണല്ലോ ഭയങ്കര. അല്ലല്ല, അന്നും വെളുക്കുന്നവരെ അതിൻ്റെ ക്ലൈമാക്സ് എടുക്കായിരുന്നു. ഞാൻ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് അവിടുന്ന് അപ്പൂട്ടിയുടെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ ശ്രീവിദ്യ ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പോകണോ? അതെ, പലയിടത്തും കൊണ്ട് കുത്തിക്കയറ്റും മനുഷ്യ, ഒരു ഡ്രൈവറെ വിളിച്ചുകൊണ്ട് പോകും. ഉടനെ സുകുമാരൻ വന്നു. ഒരു ഡ്രൈവറെ കൊടുത്തില്ല അവൻ ചേട്ടന്. ഉടനെ സുകുമാരൻ, ഡ്രൈവറൊന്നും ഇല്ല ഇവിടെ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞ് ഞാൻ പോയതാ. ഈ ഓരോ അടി വണ്ടി ഓടുമ്പോഴും ശ്രീവിദ്യ പറഞ്ഞോ പലയിടത്ത് കൊണ്ട് കുത്തിക്കയറ്റും. പൊൻകുന്നം കഴിഞ്ഞിങ്ങോട്ട് വന്ന് പാലായിലോട്ട് കയറി ഒരു കയ്യാലയിലൊരു പാറ ഉണ്ടായിരുന്നു, ആ പാറ പോയി ഇടിച്ച് പെടലി വെട്ടിപ്പോയി, വേറൊന്നും പറ്റിയില്ല. തിലകൻ മക്കളുടെ സിനിമയുമായി ബന്ധപ്പെട്ട ജോർജ് സാറിൻ്റെ ലളിത ചേച്ചിയുടെ ഒക്കെ അനുഭവങ്ങൾ നമ്മൾ കേട്ടു. ഇനി നാടകരംഗത്തെ തിലകൻ ചേട്ടനുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ നാടകരംഗത്തുള്ള തിലകൻ ചേട്ടൻ 2 സുഹൃത്തുക്കളാണ് ഈ വേദിയിലേക്ക് എത്തുന്നത്. സിനിമാ രംഗത്തെ തിലകൻ ചേട്ടൻ്റെ അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിലകൻ ചേട്ടന് സിനിമാ രംഗത്തെപ്പറ്റി പറയാനുണ്ടാവും. എന്നാൽ അതിനേക്കാളൊക്കെ ഒരുപാടേറെ പറയാനുണ്ടാവും തിലകൻ ചേട്ടന് നാടകരംഗത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് നാടകത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ നാടകരംഗത്ത് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ ഇന്ന് ഈ വേദി പങ്കിടാൻ നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ ജോസ് ആലഞ്ചേരിയും ശ്രീ GV ആനിക്കാടനും. GV ആനിക്കാടനെയും ജോസ് ആലഞ്ചേരിയും വിളിക്കണം എന്ന് പറഞ്ഞു. തിലകൻ ചേട്ടൻ ആകെ 2 പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വിളിക്കാൻ. എന്തായിരിക്കും തിലകൻ ചേട്ടൻ അങ്ങനെ പറയാൻ കാരണം? ആ ചോദ്യത്തിന് തിലകൻ ചേട്ടന് വ്യക്തമായ ഉത്തരവുണ്ട്. പക്ഷേ എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാണ്. എന്തുകൊണ്ടായിരിക്കും തിലകൻ ചേട്ടൻ ഈ 2 പേരുടെ പേര് പറയാൻ കാരണം? 1958 തുടങ്ങിയതാണ് ഞങ്ങളുടെ സ്നേഹബന്ധം. തിലകൻ സംവിധാനം ചെയ്ത 2200 നാടക സ്റ്റേജുകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? 3 വർഷം ഞാനും തിലകനുമായിട്ട് ഒന്നിച്ച് ഗീത ആർട്സ് ക്ലബ്ബിൽ സഹകരിച്ചിട്ടുണ്ട്. മണ്ണ്, രശ്മി, പിന്നെ സീമ, പാലമപകടത്തിൽ ലഹരി. അതെ, ഇതെല്ലാം കൂടെ ഞങ്ങൾ പിന്നെ എങ്ങനെയായാലും ആ കാലത്ത് ഒന്നാമതേ ഈ നാടക ട്രൂപ്പുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ നാടകത്തിൻ്റെ സ്റ്റേജ് ക്രാഫ്റ്റ് എന്താണെന്ന് അറിയാവുന്ന എഴുത്തുകാരായിരുന്നു, നല്ല നടന്മാരായിരുന്നു.
ഈ ഒരു ഡയലോഗ് ഈ രീതിയിൽ പറഞ്ഞാൽ അതിന് റിയാക്ഷൻ പ്രേക്ഷകരിൽ നിന്നുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള കഥാകൃത്തുക്കളായിരുന്നു. KT മുഹമ്മദ് പോലെ. അതെ, PG ആന്റണി സാറിൻ്റെ ആളായിരുന്നു ഞങ്ങൾ. ആന്റണി ചേട്ടൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന് എഴുതിയ കഥകളാണ് ഇതെല്ലാം. ഞങ്ങൾ 3 കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചു. എനിക്ക് തിലകനെ പറ്റി പറയാനുള്ളത്, ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ, പുറമേ ഒരു മുരടിച്ച സ്വഭാവമുള്ള മനുഷ്യൻ. പക്ഷേ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, അത് ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെ വന്നതായിരിക്കാം. ഏതായാലും അതേസമയം സ്റ്റേജിൽ ഇത്രയും നല്ല ഒരു സുഹൃത്ത് ഞാൻ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ചാച്ചപ്പന്, അലിമുടനൊക്കെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു, ലളിതേ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കഥാപാത്രത്തെ, അതായത് കഥാകൃത്ത് ഭാവനയിൽ കാണുന്ന ആ കഥാപാത്രത്തെ എത്ര കണ്ട് വികാര നിർഭരമായിട്ട് പ്രേക്ഷകൻ്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ അത് അങ്ങേയറ്റം സ്റ്റഡി ചെയ്ത് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനാണ് തിലകൻ എന്നുള്ളത്. ഇപ്പം സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. തിലകൻ എടുക്കുന്ന ഒരു കഥാപാത്രത്തെ മറ്റൊരാളെടുത്താൽ അത്രയും ശരിയാകുമോ എന്ന് എനിക്ക് സംശയമാണ്. ഞങ്ങൾക്ക് സംശയമില്ല, ശരിയാവില്ല. എങ്കിൽ നല്ല കാര്യം. പിന്നെ വേറൊരു കാര്യം പറയാം. ഇദ്ദേഹവും ഞാനും കൂടെ 64-ൽ പാർക്കലാം എന്ന് പറയുന്നൊരു നാടകം കളിച്ചു. നാടകം എഴുതിയത് ഞാനാണ്. കാരണം കാമരാജ് നാടാർ കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസ്, ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റായി. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 കൂട്ടരും പറഞ്ഞ പരാതി കേട്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു പാക്കലാം. അതാണ് നാടകം. അദ്ദേഹം അത് മാത്രമേ പറഞ്ഞില്ല, പേരാക്കി പാർക്കലാം. ഞങ്ങൾ അന്നത്തെ ഒരു ഫേമസ് ആയിരുന്നു അത്. അങ്ങനെ ആ നാടകം ഞങ്ങൾ ക്യാമ്പിൽ വെച്ചിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് പാട്ട് എഴുതണം, പാട്ട് ട്യൂൺ ചെയ്യണം. തിലകൻ അങ്ങനെ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ 2 കൂടെ ചെയ്തേ. ശരി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് ഇദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പാട്ട് ആരെഴുതും? നമ്മൾ ആശാൻ എഴുതില്ലേ? ഞാൻ കുറച്ചൊക്കെ എഴുതും. ട്യൂൺ ആര് ചെയ്യും? ഞാൻ ചെയ്യാം. അപ്പോൾ എന്നോട് പുള്ളി, സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, എനിക്കറിയാൻ വയ്യ, എനിക്ക് സാപ്പാസായി അറിയാൻ വയ്യ, ഒന്നും അറിയാൻ പാടില്ല. പിന്നെ എങ്ങനെ ട്യൂൺ ചെയ്യും? ഹിന്ദി പാട്ടല്ലേ ഉള്ളത്, നല്ല ഒന്നാമത്. എനിക്ക് അന്നത്തെ ഹിന്ദി പാട്ട് മിക്കതും അറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം, ഒരു ട്യൂൺ ഇടാൻ പറഞ്ഞു. അപ്പം ഞാനൊരു ട്യൂൺ ഇട്ടു. തും ആജ് മേരെ സംഗ് ഹസ് ലോ, തും ആജ് മേരെ സംഗ് ഗാലോ, और हंसते गाते इस जीवन की उलझी राह संवारो. ഈ കോൺഗ്രസ് ഒരു മഹാവണ്ടർ, ഇതിലേറെ മഹാന്മാരുണ്ട്, ഇതിനിടയ്ക്കു കുത്തിത്തിരിപ്പു കണ്ടാൽ ഉടനടി അവനൊരു സസ്പെൻഡ്. ഈ കോൺഗ്രസ് ഒരു മഹാവണ്ടർ. ഇന്നും നടക്കുന്നതിനിടയ്ക്കു കുത്തിത്തിരിപ്പ് കണ്ടാൽ ഉടനവനൊരു സസ്പെൻഡ്. ഈ കോൺഗ്രസ് ഒരു മഹാവണ്ടർ. ഞങ്ങൾ അവിടുത്തെ കുത്തിത്തിരിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് 45 കൊല്ലം മുമ്പ് ഞങ്ങൾ പാടിയതിൻ്റെ അവശിഷ്ടമാണ് ഇന്ന് നടക്കുന്നത്. ആസിഡ് ബൾബുകളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നാടകങ്ങൾ. ചുറ്റും ആസിഡ് ബൾബാണ്. എറിയാൻ നിൽക്കുക. ഞങ്ങൾക്കറിയാം എറിയുമെന്ന്. ഞങ്ങളോട് വന്ന പ്രവർത്തകർ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കളിക്കുക, ഒരുത്തനും എറിയത്തില്ല. ഞങ്ങൾ കയറി നിന്ന് കളിക്കും. ഏത് നാടകമായിരുന്നു അത്? പിന്നെ പല നാടകങ്ങളും, ഈ രാഷ്ട്രീയ നാടകങ്ങൾ പലതും. ഏറ്റവും അവസാനത്തെ അനുഭവം എന്ന് പറയുന്നത് പിന്നെ കാളരാത്രി എന്ന് പറയുന്ന നാടകം, രാജൻ കേസ്, രാജനെ കൊന്ന കേസുണ്ട്, അത് കളിച്ചപ്പോഴാണ്. രശ്മി നാടകം ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചിട്ടില്ല. തീരുന്ന സമയം വരെ തെറിയ. തീരുന്ന സമയത്താണ് ഈ പറഞ്ഞവരെല്ലാം, അനാവശ്യം പറഞ്ഞവരെല്ലാം വന്ന് തിലകൻ്റെ മാപ്പ് പറയും, ഞങ്ങളുടെ എല്ലാം വന്ന്. ഈ ആലഞ്ചേരി നമ്മളോട് പറഞ്ഞ മണ്ണ് എന്ന നാടകത്തിലെ ആ കൊച്ചു പെൺകുട്ടി, അന്ന് വളരെ ചെറുപ്രായത്തിൽ തന്നെ തിലകൻ ചേട്ടനോടൊപ്പം അഭിനയം ആരംഭിച്ച ശ്രീമതി കാലടി ഓമന. തിലകൻ ചേട്ടൻ സംവിധാനം ചെയ്തിട്ടുള്ള നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ശ്രീമതി ഓമന പണിക്കർ. വളരെ ചെറുപ്രായത്തിൽ തന്നെ തിലകൻ ചേട്ടനോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ചേച്ചിക്ക്, അല്ലേ? അതെ അതെ.
അന്നൊക്കെ തിലഞ്ചേട്ടൻ ഭയങ്കര പേടിയായിരിക്കും. പേടിയാന്നോ? ഇന്നും പേടിയാണോ? ഇപ്പോഴും പേടിയുണ്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഒന്ന് പേടിച്ചു. ഏത് നാടകമാണ് ആദ്യം തിലഞ്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത്? ജോല അല്ലേ? നമ്മൾ സീമ. സീമ, സീമ, ജോല, മണ്ണ്. ജോലയില്ല, സീമ, മണ്ണ്, രശ്മി, പാലാപകടത്തിൽ, പിന്നെ ലഹരി. ലഹരി. അത് പലരുമായിട്ട് ഉള്ള സംഭാഷണങ്ങൾ നടക്കുമ്പോഴും എല്ലാം കൃത്യമായിട്ട് ഓർത്ത് പറയുന്നത്, ഇയറും ഒക്കെ ഓർത്ത് പറയുന്നത് തിലഞ്ചേട്ടനാണ്. ഗീതയിൽ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു ഗീതയിലേക്ക് എന്നെ അഭിനയിക്കാൻ വിളിച്ചത്. അപ്പം ഞാൻ അവിടെ 10 വർഷത്തോളം ഞാൻ ആ ട്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ സീമ എന്ന് പറഞ്ഞ നാടകത്തിൽ നല്ല ക്യാരക്ടറായിരുന്നു. നല്ല ചേട്ടൻ പറയണം. ഞങ്ങളുടെ ഒരു ലവ് സീൻ ഉണ്ടായിരുന്നു സീമ. അപ്പോൾ അത് വെട്ടിക്കളയാനിരുന്ന, കംപ്ലീറ്റ് ആ സീൻ കളയാനിരുന്ന ആനണി, പി ജയരണി. ഞാൻ ആനണിയായിട്ട് ആദ്യം കണ്ടുമുട്ടുന്നു ആ നാടകത്തിനാണ്. നേരത്തെ അറിയാമായിരുന്നു, നേരിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോർഷനൊന്നും എഴുതി പഠിക്കാറില്ല, പിന്നെ എനിക്കൊന്ന് പ്രോംപ്റ്റ് ചെയ്ത് തരണം. നോ, പോർഷൻ പഠിക്കാൻ ഒരു കുഞ്ഞ് ഇതിനകത്ത് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു വിട്ടുവീഴ്ച വേണം, കാരണം ഞാൻ അങ്ങനെ എഴുതി ശീലിച്ചിട്ടേ ഇല്ല. ഞാൻ വരും, ഒരു റിഹേഴ്സലിൽ നിന്ന് നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് തരണം, അത് കഴിഞ്ഞാൽ വേണ്ട. ശരി, തിലകന് മാത്രം പ്രോംപ്റ്റ് ചെയ്യാം. അങ്ങനെ കയറ്റി. ഇത് ഞാൻ വെട്ടിക്കളയാനിരിക്കുകയാണ്, എങ്കിലും ഇപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടും മാത്രമാണ് ആ ലവ് സീനിൽ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങ് എഴുന്നേറ്റ് പറഞ്ഞു, 1 മോർ, ഒരു പ്രാവശ്യം കൂടെ പ്രോംപ്റ്റ് ചെയ്യണ്ട. കംപ്ലീറ്റ് പ്രോംപ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു. ഭയങ്കര ചിരിയും ഇവിടെ, കറക്റ്റ് നല്ല കോമഡി എഫക്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഒരക്ഷരം വെട്ടുന്നില്ല, ഇതിങ്ങനെ കളിച്ചോളാം. അങ്ങനെ ചെയ്തു. അത് ഏത് നാടകത്തിനായിരുന്നു? അത് സീമ. അതിലൊരു പാട്ടും ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് എറിഞ്ഞു, ആ ഓറഞ്ചിന് ഇട്ടിട്ട് പാടുന്നുണ്ടായിരുന്നു. പൊട്ടിച്ചിരിച്ചപ്പോൾ താഴത്ത് വീണത് മുത്തോ, അങ്ങനൊരു പാട്ട്. ഓമന ചേച്ചി എന്നാണ് ആദ്യം തിലഞ്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത്? ഞാൻ തിലഞ്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്നത് കൂടെ ഒരു ഒറ്റ ദിവസം അഭിനയിച്ചിട്ടുള്ളൂ. തിലഞ്ചേട്ടൻ സംവിധാനം ചെയ്ത നാടകങ്ങളിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഏത് നാടകത്തിലായിരുന്നു? ഇന്ധനത്തിൽ എൻ്റെ മോനായിട്ട് അഭിനയിച്ചു. ഓ, അത് ശരി. വരാണ്ടായതല്ല, അതിൻ്റെ സത്യം ഞാൻ പറയാം, പുള്ളി കള്ളം പറയാം. അതായത് ഓമന ചേച്ചിയേട്ടൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്? ശരി. അല്ലല്ല, ഞാൻ മറ്റൊരു നാടകം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ നാടകമാണ്, ഇന്ധനം. ഇന്ധനം കഴിഞ്ഞിട്ടുള്ള നാടകം ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അഭിനയിച്ച പ്രധാന വേഷം എടുത്തൊരു നടൻ ഇന്ധനത്തിലേക്ക് പ്രധാന വേഷം, മകൻ്റെ വേഷമാണ്. അയാൾ ശരിയാകുന്നില്ല. അപ്പോൾ ശരിയാകാതെ വന്ന് 2-3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ചൂടായി. ഇതിങ്ങനെ പറയാൻ വലിയ കഷ്ടമാണല്ലോ എന്നൊക്കെയായി. ഞാനൊരു കഷ്ടമാണോ? അതെ, ഗ്രൗട്ട് ഇറങ്ങി പുറത്ത് വിട്ടു. അതിൻ്റെ ഓണേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾ ഇതിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് പാടില്ല, പുറത്തു വിടാൻ പറഞ്ഞു. പുറത്ത് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചാലക്കുടിയിൽ നിന്നും പുറത്താക്കണമെന്ന്. അയാൾ വിളിച്ച് ചാലക്കുടി കാണാൻ പാടില്ലെന്നോ, അങ്ങനെ ചാലക്കുടിയിൽ നിന്നും പുറത്താക്കി. അത് കഴിഞ്ഞ ജോസ് പല്ലിശ്ശേരി അതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു. പല്ലിശ്ശേരി വന്ന് പറഞ്ഞ് ചേട്ടാ നാളെ കഴിഞ്ഞ് പാലക്കാട് ടൗൺ ഹാളിൽ ഇരിഞ്ഞാലക്കുട അല്ല പാലക്കാട് ടൗൺ ഹാളിൽ ഇന്ധനം നാടകം കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അവനെ വിളിക്കണേ. ഞാൻ പറഞ്ഞ് അപ്പോൾ ആ റോൾ ആരഭിനയിക്കും? ഞാൻ അഭിനയിക്കും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ചേട്ടനന്ന് സിനിമാ നടനായി അറിയപ്പെടുന്ന നടനാണ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പുസ്തകം ചുമ്മാ ഒരൊറ്റ പ്രാവശ്യം പുസ്തകം വായിച്ചിട്ട് കയറിയ ഇവിടെ മകനായിട്ട് അഭിനയിച്ചു. മാമാട്ടിക്കുട്ടിയമ്മേൽ വളരെ പ്രായമുള്ള അച്ഛനായിട്ടാണ് അപ്പോൾ അഭിനയിക്കുന്നത്. പക്ഷേ സീനിലങ്ങോട്ട് കയറിയത് ഡയലോഗ് ഒന്നും പറയേണ്ടി വന്നില്ല, കയ്യടിയോട് ബഹളം. ഒരു സംവിധായകനായ തിലഞ്ചേട്ടൻ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾക്കെല്ലാം അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങേറ്റവും ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് തിലഞ്ചേട്ടൻ. പുള്ളി ചോദിക്കുന്നതല്ല, സ്വഭാവം എങ്ങനെയാണ്? സ്വഭാവമാണോ? നല്ല സ്വഭാവമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇനിയിപ്പോൾ ആരെന്ത് കുറ്റം പറഞ്ഞാലും ശരി, ഞാനൊരു കാര്യത്തിൽ തിലഞ്ചേട്ടന് കുറ്റം പറയില്ല. നല്ലൊരു ആർട്ടിസ്റ്റിനെ അറിയാവുന്ന ഒരു സംവിധായകനാണ്. എനിക്കൊന്നും ഒന്നും അറിയാതെ ഞാൻ വന്ന ആളാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതെ നിർത്തിയിട്ടുണ്ട് ഞാൻ. ചോദിച്ചു ആ അനുഭവത്തിൽ കൂടിയായി പറയുന്നത്. ഊണ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ല, ഊണ് കഴിക്കണ്ട, ബാക്കിയുള്ളവർക്കെല്ലാം ഊണ് കഴിക്കാം, ഓമന ഒഴികെ എന്ന് പറയും. എന്നെ നിർത്തിയിട്ടില്ല, പല്ലിശ്ശേരി വരെ നിർത്തിയിട്ടുണ്ട്. പല്ലിശ്ശേരി ഡയലോഗ് മറക്കും. അപ്പം അടിച്ചിട്ട് പറഞ്ഞു നമ്മൾ അടുത്തങ്ങാണ് നിൽക്കുകയാണെങ്കിൽ എല്ലാവരും പുറത്തേക്ക് പോകും, ഓമനൊന്നും പറഞ്ഞു പാടില്ല. ഒരു മണിക്കൂർ, ഒരു രാവിലെ മുതൽ ഉച്ച വരെ നിർത്തിയിട്ടുണ്ട്. തിലഞ്ചേട്ടൻ സംവിധായകനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓമന ചേച്ചിയും പറഞ്ഞാണ്
തിലകൻ എന്ന സംവിധായകനെ പറ്റി നമ്മൾ അറിയുന്നത്. ഇനിയൊരു കുടുംബാംഗം എന്ന നിലയിൽ ഇനി ഈ വേദിയിലേക്ക് എത്തുന്നത് തിലകൻ ചേട്ടൻ്റെ സഹോദരനായ ശ്രീ കെ ശശിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഇന്ദിരയുമാണ്. രണ്ടുപേരും ന്യൂയോർക്കിൽ ജോലിയുമായി അവിടെ സ്ഥിരതാമസമുള്ള ആളുകളാണ്. ഈ സമാഗം എന്ന പരിപാടിക്ക് വേണ്ടി മാത്രം അവർ ഇവിടെ എത്തിയതാണ്. അവരെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. തിലകൻ ചേട്ടൻ്റെ ഏക സഹോദരനാണല്ലോ, ഒറ്റ സഹോദരനല്ലേ ഉള്ളൂ. പിന്നെ സഹോദരിമാരാണ്. അതെ, 4 സഹോദരിമാരും ഒരു സഹോദരനാണ് എനിക്കുള്ളത്. ആ ബാല്യകാല ഓർമ്മകൾ എന്തൊക്കെയാണുള്ളത് തിലകൻ ചേട്ടനെ കുറിച്ചുള്ള? ബാല്യകാല ഓർമ്മകൾ അധികം ഇല്ല. അദ്ദേഹം പുറത്തും ഞാനകത്തുമായിരുന്ന ഒരു സ്ഥിതിയാണ് ഞങ്ങളുടെ കുടുംബത്തുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നടനെന്ന നിലയിൽ ചേച്ചിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു തിലകൻ ചേട്ടനെ? അങ്ങനെ പരിചയമില്ല, കേട്ടിട്ടുണ്ട്. അന്നൊക്കെ തിലകൻ ചേട്ടൻ നാടകത്തിൽ അറിയപ്പെടുന്ന നടനാണ് അല്ലേ? അതെ. എന്താണ് ഒരു സഹോദരൻ എന്ന നിലയിൽ തിലകൻ ചേട്ടൻ എങ്ങനെയായിരുന്നു? എനിക്ക് അച്ഛനേക്കാൾ പേടിയായിരുന്നു പുള്ളിക്കാരനെ. കൂടുതൽ ശിക്ഷയൊക്കെ നമ്മളോട് ചെയ്തിരിക്കുന്നത് അണ്ണാണ്. ശരി. അപ്പോൾ അതുകൊണ്ട് പേടിയായിരുന്നു. എന്തെങ്കിലും കുഴപ്പം കാണിക്കുമ്പോഴല്ല, വെറുതെ പിടിച്ച് നിർത്തുക. പിടിച്ച് തലയ്ക്ക് അസുഖം ഉണ്ടെങ്കിലേ നിർത്തും. അതെ അതെ. എന്തെങ്കിലും കുഴപ്പമോടെ കാണിക്കുമ്പോൾ ഇനി വരാൻ പറയും, ഇവിടെ ഒറ്റക്കാലം നിൽക്കാൻ പറയും, ഒരു കാലം പൊക്കി നിൽക്കും. ഈ ഒരു നടനെന്ന നിലയിൽ എങ്ങനെയാണ് സ്വന്തം ചേട്ടനായിട്ട് ഒരു നടനെന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? നടനെന്നുള്ള രീതിയിൽ ഒരു നല്ല നടനാണ്. പല പ്രകടനങ്ങളൊക്കെ ഉള്ള ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പുള്ളി അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ പല സമയങ്ങളിൽ. പ്രത്യേകിച്ച് ആ പെരുന്തച്ചൻ എന്നുള്ള പടം, ഋതുഭേദം, ഈ 2 പടങ്ങൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പടങ്ങളാണ് പുള്ളിയുടെ. എല്ലാ പടങ്ങളൊന്നും പുള്ളി പറയുന്ന പോലെ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉദാഹരണമായിട്ട് കാട്ടുകുതിരയൊക്കെ വളരെ പോപ്പുലറായിരുന്നില്ല, എനിക്കത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. ചില ഭാഗങ്ങളിലൊക്കെ ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്ന് കൺട്രോൾ ചെയ്യണം. ഓവർ ആക്റ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് കാട്ടുകുതിരയിലൊക്കെ. കാട്ടുകുതിര അങ്ങനെ തോന്നാൻ കാരണം ഈ ചേർത്തല ഭാഗത്തുള്ള സ്ലാങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടങ്ങളിൽ അങ്ങനെ ഓവറായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. തിലകൻ ചേട്ടൻ പണ്ട് നാടകത്തിൽ ഒരുപാട് പേര് വളരെ നാടകീയമായി അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്റ്റേജിൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിരുന്ന അന്നത്തെ ഒരു ആക്ടറായിരുന്നു. ഞാൻ വെറും ബിഹേവ് ചെയ്യാണ് പതിവ്. ശബ്ദത്തിലൊക്കെ ഭാവം കൊടുത്തിട്ട് മറ്റുള്ള ഇപ്പോൾ ഫിസിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ബിഹേവിയറിന് മാത്രം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെയൊക്കെ കാലത്തിന് മുമ്പുള്ള നസീറിൻ്റെയൊക്കെ കാലഘട്ടം നോക്കി ഇതുപോലെ ഇങ്ങനെ പിടിച്ച് പഠിപ്പിച്ച് ഓർമ്മിച്ച് പ്രത്യേക ചട്ടക്കൂട്ടിൽ നിന്നുള്ള സംസാര രീതികളൊക്കെ ആയിരുന്നു. അവരുടെ കാലഘട്ടം വന്നതിന് ശേഷം അതിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഒരുപാട് നാച്ചുറലായിട്ടുള്ള രീതികളും മോഹൻലാലിൻ്റെ ആ മുണ്ടുടുപ്പും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സ്റ്റൈലും സിനിമ പണ്ട് മമ്മൂട്ടിയുടെയൊക്കെ ആ രീതികൾക്കൊക്കെ അങ്ങനെയാണ് അവർക്ക് കൂടുതൽ പോപ്പുലാരിറ്റി വന്നതാണ് എൻ്റെ തോന്നൽ. നാട്ടിലെ നടപ്പിന് പറ്റിയ രീതിയിലുള്ള ചില പ്രകടനങ്ങൾ വന്നത് ഡ്രാമറ്റൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇമ്പ്രസീവായിട്ട് വരാൻ കാരണം അതായിരിക്കും. ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ സമാഗമം സാർത്ഥമാകുന്നത് ഇനി ഈ വേദിയിലേക്ക് എത്തുന്ന വ്യക്തിയിലൂടെയാണ്. തിലകൻ ചേട്ടൻ്റെ പ്രിയപ്പെട്ട ഈ 3 മക്കളുടെ അമ്മ, ഒരുപാട് കാലം തിലകൻ ചേട്ടൻ്റെ സഹപ്രവർത്തകയായിരുന്ന, പിന്നീട് തിലകൻ ചേട്ടൻ്റെ ജീവിതസഖിയായി മാറിയ, എന്നും എല്ലാ ദുഃഖങ്ങളിലും വിഷമങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം തിലകൻ ചേട്ടനോടൊപ്പം നിന്ന തിലകൻ ചേട്ടൻ്റെ പ്രിയ സഖിയായ ശ്രീമതി സരോജ. ഇതൊരു അപൂർവ സമാഗമമാണ്. ഞങ്ങളൊന്നും സെറ്റിലൊന്നും വന്ന അമ്മയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളിങ്ങനെ ഒന്നിച്ച് കാണാൻ സാധിച്ചു തന്നെ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ലളിത ചേച്ചിക്കൊക്കെ വലിയ സന്തോഷമായിട്ടാണ് ഞങ്ങളിരിക്കുന്നത്. ഞാൻ ചോദിച്ചു വരുന്നത്, കൂടുതൽ സമയം ഒന്നിച്ചുണ്ടാവാൻ സാധിച്ചിട്ടില്ല, നാടകവുമായിട്ട് പലപ്പോഴും തിരക്കുകളായിട്ട് ഓടി നടക്കുന്ന ഒരാൾ, ഒരു കുടുംബസ്ഥൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു അമ്മയ്ക്ക്? എന്താണ് അഭിപ്രായം? കുടുംബസ്ഥൻ എന്ന നിലയ്ക്ക് കുടുംബം നന്നായിട്ട് നോക്കുമായിരുന്നു, മക്കളെയും കാര്യമായിട്ട് നോക്കുമായിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുടുംബജീവിതം സന്തോഷമായിരുന്നു. പക്ഷെ മക്കളൊക്കെ പറയായിരുന്നു വളരെ സോഫ്റ്റാണ്, വളരെ സ്നേഹമുള്ള ആളാണ് അല്ലേ? അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു, കുടുംബത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ കാണുന്നവർ സിനിമയിൽ കാണുന്നത് കണ്ടിട്ട് അതുപോലെ ആയിരിക്കും സ്വഭാവം എന്ന് വിചാരിച്ചവരുണ്ട്. പക്ഷെ കുടുംബത്തിൽ കുഴപ്പമൊന്നുമില്ല. ഈ നാടകരംഗത്ത് ഒരു സഹപ്രവർത്തന നിലയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? എത്ര നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? 5 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് കാളിദാസനിൽ 2 വർഷം 2 നാടകത്തിൽ. നാടകം പഴയതും കൂട്ടി 3 നാടകം കളിച്ചു.
2 സീസൺ. പിന്നെ PJ ആൻ്റണിയുടെ സ്മാരകമായിട്ട് PJ തിയേറ്റേഴ്സ് തുടങ്ങിയിട്ട് അതിൽ 3 വർഷം 3 നാടകം എടുത്തു. ആ 3 നാടകത്തിൽ ഞാനും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഒരു സഹപ്രവർത്തക എന്ന നിലയിലായിരുന്നോ, അല്ലെങ്കിൽ ഒരു നടി എന്ന നിലയിലാണോ കൂടുതൽ ഒരു ബഹുമാനം തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിലാണോ കൂടുതൽ സ്നേഹം തോന്നിയിട്ടുള്ളത്? എല്ലാ നിലയിലും ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റാണ് റാപ്പിഡ് ക്വസ്റ്റ്യൻസ്. ഞാൻ പെട്ടെന്ന് ചില ചോദ്യങ്ങൾ ചേട്ടനോട് ചോദിക്കും. അതിന് പെട്ടെന്ന് തോന്നുന്ന ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും പെട്ടെന്ന് ചേട്ടന് തോന്നുന്ന ഉത്തരങ്ങളാണ് വേണ്ടത്. താങ്കൾ തിരഞ്ഞെടുത്ത് സഞ്ചരിച്ചിരുന്ന വഴികൾ തെറ്റായിരുന്നു എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. സ്വന്തം ജീവിതാനുഭവങ്ങൾ എന്താണ് താങ്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല. മലയാള സിനിമയിൽ ഒരു നടൻ എന്ന നിലയിൽ എവിടെയാണ് താങ്കളുടെ സ്ഥാനം? പ്രേക്ഷകൻ എനിക്ക് തരുന്ന സ്ഥാനത്താണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കൾ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകൾ എന്ന് താങ്കൾ കരുതുന്നത് എന്താണ്? ഞാൻ ഒരു നല്ല റൈറ്ററെ, 2 നല്ല റൈറ്റേഴ്സിനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ലോഹിദാസും TR റസാഖും. ഒരു നല്ല നടനെ ഞാൻ പരിചയപ്പെടുത്തി, അത് ജോസ് പല്ലിശ്ശേരിയായിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴെങ്കിലും അസൂയ തോന്നിയിട്ടുള്ളത് ആരോടാണ്? എന്നോട് തന്നെയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ഇവർ രണ്ടുപേരിൽ ആരോടാണ് വ്യക്തിപരമായി കൂടുതൽ താല്പര്യം? വ്യക്തിപരമായ താല്പര്യം എന്ന് പറഞ്ഞാൽ 2 പേരോടും 2 തരത്തിലാണ്. കുടുംബജീവിതത്തിൽ സ്ത്രീയുടെ പങ്ക് എന്താണ്? 4 ചുവരുകൾ ഒരു വീടുണ്ടാക്കുന്നു. ഒരു സ്ത്രീ അതൊരു കുടുംബമാക്കുന്നു.